വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നു. കോഴിക്കോട് ഇന്നലെ രാത്രിയിൽ ഓടയിൽ കാണാതായ ആ വ്യക്തിയെ കിട്ടിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയാണ്. ഇന്നലെ രാത്രി വൈകിയാണ് കനാലിൽ അകപ്പെട്ടത്, കോഴിക്കോട് കോവൂരിൽ ഓവുചാലിൽ അകപ്പെട്ടത്. കോവൂർ സ്വദേശി ശശിയെ ഇന്നലെ രാത്രി 8:30യോടെയാണ് ഓവുചാലിൽ വെള്ളത്തിൽ വീണ് കാണാതായത്. നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാരും സിവിൽ ഡിഫൻസും ഒപ്പം തന്നെ ഫയർഫോഴ്സും ഒക്കെ വലിയ പരിശോധനകൾ അവിടെ നടത്തുകയായിരുന്നു. ആ പരിശോധനകൾക്കൊടുവിൽ പക്ഷേ വാർത്ത സങ്കടം നൽകുന്നതാണ് ആ മനുഷ്യന്റെ മൃതശരീരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ രാത്രി 8:30 മണിയോടുകൂടിയാണ് അദ്ദേഹം അവിടെ കാണാതായത്. കോഴിക്കോട് കോവൂരിലാണ് ഓടയിൽ വീണ് ശശി എന്ന് പറയുന്ന കോവൂർ സ്വദേശിയെ ഇന്നലെ രാത്രി 8:30 മണിയോടുകൂടി കാണാതായത്. വലിയ തെരച്ചിൽ ആ നിമിഷം മുതൽ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ഒക്കെ ചേർന്ന് സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ രാവിലെ നിങ്ങളെ കാണിക്കുക എന്നത് ഏറെ പ്രയാസം നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മളൊരു വ്യക്തതയില്ലാത്ത രീതിയിൽ അത് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ രീതിയിൽ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഏതായാലും ഏറെ സങ്കടകരമായ ഒരു വാർത്ത നമ്മുടെ മുൻപിലേക്ക് എത്തുന്നു. ഫയർഫോഴ്സ് മൃതദേഹം പുറത്തെടുത്തിരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കോഴിക്കോട് കോവൂരിൽ ഓടയിൽ വീണ് കാണാതായ വ്യക്തിയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നു. കോവൂർ സ്വദേശി ശശിയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 8:30 ഒരു അപകടമുണ്ടായത്. ലതീഷിനെ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. കോഴിക്കോട് നിന്നും ഇന്നലെ രാത്രിയോടെയായിരുന്നു ഇദ്ദേഹം ഓടയിൽ വീണത്. ആ വീണ അതേ സമയത്ത് തന്നെ നാട്ടുകാർ കാണുകയും അപ്പോൾ മുതൽ തന്നെ തിരച്ചിൽ ആരംഭിക്കുകയും ഫയർഫോഴ്സിനെ ഇൻഫോം ചെയ്ത് അവർ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലടക്കം പോലീസുകാരൊക്കെ സ്ഥലത്തെത്തി ഇന്നലെ രാത്രി തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇന്നലെ 12 മണിയോട് കൂടി തിരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ചു. ശേഷമാണ് ഇപ്പോൾ ആ തെരച്ചിലാണ് ഇപ്പോൾ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് മൃതദേഹം കരയ്ക്ക് കയറ്റിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ഏറെ സങ്കടം നിറഞ്ഞൊരു വാർത്തയാണ്. ഇന്നലെ ഒരു മനുഷ്യൻ അഴുക്കുചാലിൽ വീഴുന്നു. ഒരു നാട് മുഴുവൻ ആ മനുഷ്യന് വേണ്ടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ വലിയ രക്ഷാപ്രവർത്തനവുമായി ഒത്തുകൂടുകയും ആ പ്രവർത്തനങ്ങൾ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ സഹായിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ മിനിറ്റിലും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന്. പക്ഷേ ആ പ്രതീക്ഷകൾ അസ്ഥാനത്തായിരിക്കുന്നു. കോവൂർ സ്വദേശിയായ ശശി മരണപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അദ്ദേഹം വീണ സ്ഥലത്ത് നിന്ന് 1.5 കിലോമീറ്റർ മാറി ആണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഓടയിൽ നിന്ന് തന്നെ മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ്. ഇന്നലെ രാത്രി 8:30 മണിയോടുകൂടിയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. അദ്ദേഹം വീണ പ്രദേശത്ത് നിന്ന് 1.5 കിലോമീറ്റർ മാറി, അതായത് അത്രയും ഒഴുക്കുണ്ടായിരുന്നു അത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്രയും ദൂരത്തേക്ക് ഒഴുകിപ്പോയത്. ആ പ്രദേശം മുഴുവൻ ഇന്നലെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് അരിച്ചുപെറുക്കിയിരുന്നു. പക്ഷേ ഒരു 12:30 മണിയോടുകൂടി വെളിച്ചക്കുറവിനെ തുടർന്ന് തെരച്ചിൽ നിർത്തിവെക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് ഇന്ന് രാവിലെ വെട്ടം വീണ നിമിഷം മുതൽ തന്നെ തെരച്ചിൽ പുനരാരംഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞപ്പോൾ വീണ സ്ഥലത്ത് നിന്ന് 1.5 കിലോമീറ്റർ മാറി മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നു എന്നതാണ് ഈ സമയത്തെ ഏറ്റവും പുതിയ വാർത്തയായി നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ലതീഷ് കൂടി ചേരുന്നുണ്ട്. ലതീഷ്, ഏറെ സങ്കടം നിറഞ്ഞ കാര്യമാണ്. ശശിയുടെ മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നു. രക്ഷപ്പെടുത്താമെന്ന വലിയ പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾ വിഫലമായിരിക്കുന്നു. മനു, അല്പസമയം മുമ്പാണ്, ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പാണ് നാട്ടുകാർ രാവിലെ മുതൽ നടത്തിയ തെരച്ചിലിൽ ഇന്നലെ ശശി വീണ ബസ് സ്റ്റോപ്പിൽ നിന്നും ആ റോഡിൽ തന്നെ ആ ഓടയിൽ തന്നെ ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് 1.5 കിലോമീറ്റർ മാറിയാണ് രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സ് നിലവിൽ സ്ഥലത്തെത്തിയിരുന്നില്ല. ഫയർഫോഴ്സ് ഇപ്പോഴാണ് മൃതദേഹം ലഭിച്ച ആ ഘട്ടത്തിലാണ് തെരച്ചിലിനായി ഫയർഫോഴ്സ് എത്തിയത്. ഫയർഫോഴ്സ് വളരെ വേഗത്തിൽ തന്നെ എത്തുകയും ആ ഓടയിൽ നിന്ന് ശശിയുടെ മൃതദേഹം എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നും ആംബുലൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടതുണ്ട്. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഇന്നലെ രാത്രി 8:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ശശിയും സുഹൃത്തുക്കളും ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു. നല്ല കനത്ത മഴയുണ്ടായിരുന്നു കോഴിക്കോട് നഗരത്തിൽ ഇന്നലെ രാത്രി ഒരു 8:30 കൂടി. ആ മഴയത്താണ് കുത്തി ഒലിച്ച് ഒഴുകി വരുന്ന ഈ ഓടയിലേക്ക് ശശി കാൽ വഴുതി വീഴുന്നത്. ആ സമയത്ത് തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ വീണ കാര്യം അറിയുകയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് വളരെ വേഗത്തിൽ തന്നെ ഈ ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ഇന്നലെ രാത്രി പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ രാത്രി തെരച്ചിൽ നിർത്തിവെച്ചാണ്. അതെ, ഈ മേഖലയിൽ എത്തിയിട്ടില്ല. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പരിശോധന നടത്തി ഇവിടെ എത്തിയിട്ടില്ലായിരുന്നു. അല്ല, ഈ ഭാഗത്തോട് ഇങ്ങനെ പരിശോധന നടത്തി വരികയായിരുന്നു. രാത്രി ആയപ്പോൾ തെരച്ചിൽ നിർത്തിവെച്ചാണ്. അതെ. ഇന്നലെ പിന്നെ പ്രതികൂല കാലാവസ്ഥയായിരുന്നു. അപ്പം പിന്നെ രാത്രി തെരച്ചിൽ നിർത്തി വെച്ചാണ്. ഇന്ന് രാവിലെ നേരത്തെ തുടരാമെന്നുള്ള ഇതിൽ രാത്രി നിർത്തി വെച്ചാണ്.
ഇല്ല, ഐഡന്റിഫൈ കണ്ടിട്ടേ ഉള്ളൂ, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ ആരാന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അല്ല ഞങ്ങൾ ഓൺ ദ വേ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം. അപ്പം പിന്നെ ഏകദേശം 2 വരെ സമയത്തായിരുന്നു ഞങ്ങൾ എത്തലും. ഈ ബോഡി ഐഡന്റിഫൈ ചെയ്തു എന്നുള്ള കണ്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതാവലും. അപകടം നടന്ന സ്ഥലത്ത് ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം മാറിയല്ലേ? അതെ അതെ അതെ. ഈ ഭാഗത്തൊക്കെ നമ്മൾ തെരച്ചിൽ നടത്തിയതായിരുന്നു. ഈ ഭാഗത്ത് എത്തിയിട്ടില്ല. അവിടുന്ന് നമ്മളെ ബീച്ച്, കോഴിക്കോട് ബീച്ച് സ്റ്റേഷനിലായിരുന്നു തെരച്ചിൽ തുടങ്ങിയിരുന്നത്. നമ്മൾ വേറൊരു മറ്റൊരു ഫയർ കോൾ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാ ക്രൂ അവിടെയായിരുന്നു. അപ്പോൾ അവർ ഏകദേശം ഏകദേശം ഇവിടെ എത്താനായിരുന്നു. അപ്പോൾ പിന്നെ ഏകദേശം രാത്രി കാണാഞ്ഞിട്ട് പിന്നെ തെരച്ചിൽ നിർത്തി, രാത്രി വൈകിട്ട് തെരച്ചിൽ നിർത്തി വെച്ചാണ്. പുലർച്ചെ അതെ അതെ. റോഡൊക്കെ ഫുള്ള് വെള്ളവും കാര്യങ്ങളായിരുന്നു, ഡ്രെയിനേജ് മൊത്തം വെള്ളമായിരുന്നു. ഇതൊന്നും നല്ല എത്രയോ വെള്ളം താന്നാണ്. ഓക്കെ. ഇന്നലെ രാത്രി തെരച്ചിൽ ഈ ഭാഗത്ത് ഉൾപ്പെടെ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും വെളിച്ചക്കുറവ് മൂലം തെരച്ചിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഏകദേശം ഒരു 12:30 1 മണി വരെ 1:30 വരെ തെരച്ചിൽ തുടർന്നിരുന്നു. എന്നാൽ പിന്നീട് തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തിയതും. ആ ഘട്ടത്തിൽ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു. ഫയർഫോഴ്സ് എത്തി മൃതദേഹം ഇപ്പോൾ ഓടയിൽ നിന്നും മാറ്റിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. തീർച്ചയായും. എങ്ങനെയാണ് ലതീഷ് ഒരു അപകടം ഉണ്ടായത് എന്നറിയാനും കൂടെയുള്ള ഒരു എങ്ങനെയാണ് ശശി ആ ഓവുചാലിൽ വീഴുന്നത്? ആ സാഹചര്യം എന്തായിരുന്നു? മനു, ഇന്നലെ രാത്രി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവർ സുഹൃത്തുക്കൾക്കൊപ്പം ശശിയും മറ്റു 2 സുഹൃത്തുക്കളും ഇവിടെ ഇരിക്കുകയായിരുന്നു. ബസ് സ്റ്റോപ്പിലാണ്, കുറച്ച് മാറിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്ററെങ്കിലും മാറിയിട്ടാണ് ഈ ബസ് സ്റ്റോപ്പ് ഉള്ളത്. അവിടെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് കനത്ത മഴയുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അവിടെ ഇരിക്കുന്ന ഘട്ടത്തിൽ ബസ് സ്റ്റോപ്പിൽ ടൈൽസൊക്കെ ഇട്ട ഒരു ബസ് സ്റ്റോപ്പാണ്. അവിടെ നിന്നും വഴുതി വീണ് പുറകിലേക്ക് മറിഞ്ഞ് ഈ ഓടയിലേക്ക് വീഴുകയായിരുന്നു. വീണ ഉടൻ തന്നെ സുഹൃത്തുക്കളായ ആളുകൾ കൂടെ ഉണ്ടായിരുന്നതിനാൽ ഈ വീണ വിവരം അറിയുകയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് ഉടൻ തന്നെ ഫയർഫോഴ്സും കോഴിക്കോട് ബീച്ചിൽ നിന്നുള്ള ഫയർഫോഴ്സും സ്ഥലത്തെത്തി വ്യാപകമായ തിരച്ചിൽ തന്നെ നടന്നു. ഏകദേശം 2.5-3 കിലോമീറ്ററോളം ദൂരത്തിൽ തിരച്ചിൽ നടന്നിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് രാത്രി 1:30-ഓടെയാണ് തിരച്ചിൽ അവസാനിപ്പിച്ചത്. തുടർന്ന് രാവിലെ 7 മണിയോടുകൂടി തിരച്ചിൽ പുനരാരംഭിക്കാനിരിക്കെയാണ് നാട്ടുകാർ രാവിലെ 6 മണിയോടുകൂടി തന്നെ ഈ പ്രദേശമാകെ അരിച്ചുപെറുക്കി തിരച്ചിൽ നടത്തിയിരുന്നു. ആ പരിശോധനയിലാണ് മൃതദേഹമുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നതും അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഓടയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയും ചെയ്തു. ഇനി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇത് കോവൂർ MLA റോഡിലാണ് ഈ സംഭവം നടന്നത്. MLA റോഡിലുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ് കാൽ വഴുതി ശശി ഈ ഓടയിലേക്ക് വീണതും. ഓടയിൽ വലിയ വീതിയുള്ള ഓടയാണ്. ആ വീണ സ്ഥലത്തും ഇപ്പോൾ മൃതദേഹം ലഭിച്ച സ്ഥലത്തുമെല്ലാം ഉള്ളത്. എന്നാൽ കനത്ത മഴയിൽ ഈ മാലിന്യങ്ങളുമെല്ലാം കുന്നുകൂടി ഒഴുകി വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഓട കര കവിഞ്ഞ് ഒഴുകുന്ന നിലയാണ് ഉണ്ടായത്. എന്നാൽ 10 മണിയോടുകൂടി തന്നെ വെള്ളം വളരെ വേഗത്തിൽ തന്നെ കുറഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ ഉൾപ്പെടെ പല സ്ഥലത്തും പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്ത്, അതായത് സ്ലാബ് ഇട്ട സ്ഥലങ്ങളിലുള്ള ആണ് കാര്യമായി പരിശോധന നടന്നത്. കാരണം സ്ലാബിനുള്ളിലെല്ലാം കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ള രീതിയിൽ, കുടുങ്ങിക്കിടക്കുന്നുണ്ടാവും എന്നുള്ള രീതിയിലുള്ള പരിശോധനയാണ് ആ ഘട്ടത്തിൽ നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് നടത്തിയത്. എന്നാൽ ഇന്ന് മൃതദേഹം ലഭിച്ച സ്ഥലം എന്ന് പറയുന്നത് ഈ സ്ലാബ് ഉള്ള സ്ഥലമല്ല, എന്നാൽ അഴുക്ക് മാലിന്യങ്ങളും മറ്റു കൊമ്പുകളുമെല്ലാം വീണ് അടിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥലത്താണ് ഇന്നിപ്പോൾ മൃതദേഹം കണ്ടെത്തിയത്. മനു, ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറമാണ് മൃതദേഹം കണ്ടെത്തിയതല്ലേ? അപ്പോൾ ആ രീതിയിൽ ഒഴുക്ക് ആ ഓടയിൽ ഇന്നലെ ആ മഴയത്ത് ഉണ്ടായിരുന്നു എന്ന് വേണം നല്ല മനസ്സിലാക്കാൻ. മഴയായിരുന്നു കോഴിക്കോട്, ആ ഭാഗങ്ങളിലൊക്കെ കനത്ത മഴയായിരുന്നു ഇന്നലെ. അതായിരിക്കാം അത്തരത്തിൽ വലിയൊരു ഒഴുക്ക് ഓടയിൽ ഉണ്ടായത്. അതായിരിക്കാം ശശിയുടെ മരണത്തിലേക്ക് നയിച്ചതും. അല്ല ലതീഷ്? തീർച്ചയായും മനു, 1.5 കിലോമീറ്റർ ദൂരം അവിടെ നിന്നും ഇന്നലെ വീണ ആ ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം ഈ മൃതദേഹം ലഭിച്ച സ്ഥലത്തേക്ക് ഉണ്ട്. ആ നിലയിൽ കനത്തൊഴുക്ക് തന്നെ ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കാരണം ഇത് കോവൂരിൽ നിന്നും പാലാഴി വഴി മാമ്പുഴയിൽ എത്തിച്ചേരുന്ന ഒരു ഓടയാണ്. മഴവെള്ളമാണ് കാര്യമായി ഉണ്ടായിരുന്നത്, അല്ലാതെ സ്ഥിരമായി വെള്ളം ഒഴുകി പോകുന്ന ഒരു സംവിധാനമുള്ള സ്ഥലമല്ല. എന്നാൽ ആ കനത്ത മഴയിൽ ഇന്നലെ 1.5 മണിക്കൂറോളം നീണ്ടു നിന്ന ആ മഴയിൽ വലിയ തോതിലുള്ള കുത്തൊഴുക്ക് ഈ ഓടയിൽ ഉണ്ടായി. ആ ഘട്ടത്തിലാണ് ശശി ഓടയിലേക്ക് വീഴുന്നതും ആ ശക്തമായ ഒഴുക്കിൽ അദ്ദേഹം താഴേക്ക് ഒലിച്ച് വരുന്ന ഒരു സാഹചര്യവും
ഉണ്ടായത്. എന്തായാലും രാവിലെ തെരച്ചിൽ ആരംഭിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ മൃതദേഹം ലഭിച്ച കാര്യം നാട്ടുകാർ വന്ന് ഫയർഫോഴ്സിനെ അറിയിക്കുന്നതും ഫയർഫോഴ്സ് എത്തിയ മൃതദേഹം ഇപ്പോൾ കരയ്ക്ക് എടുത്തിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിനായി ഉടൻ തന്നെ ഇവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. ശരി ലതീഷ്, തുടരുക. ഞാൻ ലതീഷിലേക്ക് ഞങ്ങൾ ഉടൻ തന്നെ മടങ്ങിയെത്താൻ നമുക്കതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. മൃതദേഹം ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നു. അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് വേണ്ടി മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിനിഷ, ലതീഷ്, വലിയ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണിത്. അത്തരത്തിലൊരു അപകടം ഉണ്ടാകാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നു അവിടെയുള്ള ഓട, പക്ഷേ അതോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ മഴയെ തുടർന്നാണോ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്? എന്താണ് അതിൻ്റെ ഒരു വസ്തുത? എങ്ങനെയാണ്? വിനിഷ, മനു, അത് അവിടെ ആ സ്ഥലം കണ്ടാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ അത് മനസ്സിലാക്കാൻ കഴിയുക. കാരണം അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഓടയ്ക്ക് മുകളിലൂടെ സ്ലാബ് വാർത്തിട്ട ഒരു ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ അതിന് പുറകിലേക്കും സൈഡിലേക്കും എല്ലാം വീണു കഴിഞ്ഞാൽ നേരെ ഓടയിലേക്ക് വീഴുന്ന, പ്രത്യേകിച്ച് രണ്ട് വശങ്ങളിലേക്ക് വീണു കഴിഞ്ഞാൽ ഓടയിലേക്ക് നേരിട്ട് വീഴുന്ന സാഹചര്യമാണുള്ളത്. അവിടെ സ്ലാബ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. നാട്ടുകാർ ആ രീതിയിലുള്ള പരാതി ഇന്നലെ രാത്രി മുതൽ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ആ ഇരിക്കുന്ന ഘട്ടത്തിലാണ് പുറകിലേക്ക് ഇദ്ദേഹം മറിഞ്ഞു വീഴുന്നത്. ആ വീണ ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ വലിയ തെരച്ചിൽ, മണിക്കൂറുകളോളം നീണ്ട തെരച്ചിൽ നടത്തിയെങ്കിലും ഇന്നലെ ശശിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ച ഘട്ടത്തിലാണ് മൃതദേഹം ഇന്നലെ വീണ ബസ് സ്റ്റോപ്പിൽ നിന്നും മാറി ഓടയിൽ തന്നെ ഒരു 1.5 കിലോമീറ്റർ മാറി തങ്ങി നിൽക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടത്. ശരി, ഏറെ സങ്കടകരമാണ് ലതീഷ് ആ വാർത്ത. രാവിലെ നമ്മളെ ഏറെ സങ്കടപ്പെടുത്തുന്നുണ്ട്. മനുഷ്യന്റെ ജീവൻ പോയിരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത നമ്മളെ ഏറെ സങ്കടപ്പെടുത്തുന്നുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പുലർച്ചെ നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ കോവൂർ സ്വദേശി ശശിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ അദ്ദേഹം ഓടയിൽ വീണ 8:30 ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓടയിലേക്ക് വീഴുകയായിരുന്നു. ആ വീണ പ്രദേശത്ത് നിന്ന് 1.5 കിലോമീറ്റർ താഴെയാണ് മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത്രമാത്രം ഒഴുക്ക് ആ ഓടയിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലെ ശക്തമായ മഴയും പെയ്തിരുന്നു, വലിയ തോതിൽ വെള്ളം എത്തിയിരുന്നു. ഏതായാലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഏറെ സങ്കടം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്.